ഐഫോൺ XR 2024 മേടിക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കുമോ? WWDC കഴിഞ്ഞപ്പോൾ പലവർക്കും വന്നൊരു ചോദ്യമാണിത്. കാരണം iOS 18 ഐഫോൺ XR സപ്പോർട്ട് ചെയ്യും. ഈ ഒരു കാര്യം ഒഫീഷ്യലി കൺഫേം ആയപ്പോൾ പലവർക്കും വന്നൊരു ഡൗട്ടാണ് ഐഫോൺ XR എടുക്കട്ടെ എന്ന്. നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് ഐഫോൺ XRൻ്റെ 2024 റിവ്യൂ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഐഫോൺ XRൻ്റെ യാതൊരുവിധ സ്പെസിഫിക്കേഷൻസിനെ പറ്റിയും ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം സ്പെസിഫിക്കേഷൻസും അൺബോക്സിങ്ങും പറയുന്ന കുറേ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഐഫോൺ XR ആണ്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ റിവ്യൂ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആദ്യം നമുക്ക് ഡിസൈനെ പറ്റി സംസാരിക്കാം. ഇതാണ് ഐഫോൺ XRൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്കറിയാം ഐഫോണിൻ്റെ ഡിസൈനിൽ അങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ലാസ്റ്റ് ഇറങ്ങിയ 12, 13, 14, 15, 16, ഇനി ഇറങ്ങാൻ പോകുന്ന 16 Pro ഇതിനെല്ലാം സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. എന്നാൽ 16ൻ്റെ ഡിസൈനിൽ ചേഞ്ചസ് ഉണ്ടെന്ന് ന്യൂസുകളൊക്കെ വരുന്നു. ഐഫോൺ XR ഒരു ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 16ഉം ഇതിന് തൊട്ട് താഴെ ആയിരിക്കും അടുത്ത ക്യാമറ അറേഞ്ച് ചെയ്യുന്നത്. കാരണം ആപ്പിൾ വിഷൻ പ്രോയ്ക്ക് വേണ്ടി വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ ആ ഒരു രീതിയിൽ ക്യാമറ അറേഞ്ച് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഐഫോൺ 16ൻ്റെ ക്യാമറ മൊഡ്യൂളിൽ ചേഞ്ചസ് വരും. 16, 16 പ്ലസിൻ്റെ പ്രോയുടെയും പ്രോ മാക്സിൻ്റെ ഡിസൈനിൽ യാതൊരുവിധ ചേഞ്ചസും ഇല്ല. അപ്പോൾ ഇതാണ് XRൻ്റെ ഡിസൈൻ വരുന്നത്. ഗ്ലാസ് ബാക്കാണ് വരുന്നത്. എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടമാണോ ഇല്ലയോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ ഡിസൈൻ അങ്ങനെ വലിയ ബോറായിട്ട് തോന്നുന്നില്ല. നല്ലൊരു പ്രീമിയം ഡിസൈൻ തന്നെയാണിത്. പിന്നെ ഒരു പോരായ്മ വരുന്നത് ഒരു ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം നമുക്കറിയാം ഐഫോണിൽ തന്നെ മിനിമം 2 ക്യാമറാസാണ് വരുന്നത്. ആൻഡ്രോയിഡിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ എല്ലാ ഡിവൈസിലും 4 ക്യാമറ മിനിമം കാണും. ആ ഒരു കേസിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് ഒരു ക്യാമറ അല്ലെങ്കിൽ സിംഗിൾ ക്യാമറ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സൈഡ് നോക്കുകയാണെങ്കിൽ റൗണ്ടഡ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യുമ്പോൾ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫോൺ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഡൈനാമിക് ഐലൻഡ് ആണ്. എന്നാൽ ഇതിൽ നോച്ച് ഡിസൈനാണ്. അത്യാവശ്യം വലിയ നോച്ച് തന്നെയാണ് വരുന്നത്. പിന്നീട് 6.5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. ഡിസ്പ്ലേ സൈസൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ സൈസാണ് ഓക്കെ. ചിലവർക്ക് വലിയ ഡിസ്പ്ലേ സൈസുള്ള ഡിവൈസ് വേണം. എനിക്ക് ഈ ഒരു ഡിസ്പ്ലേ സൈസാണ് ഓക്കെ. നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കും. നമുക്ക് വൺ ഹാൻഡ് യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ ഒതുങ്ങിയിരിക്കും. ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേയിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. നമുക്കറിയാം ലേറ്റസ്റ്റ് ഇറങ്ങാൻ പോകുന്ന 60ലും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് ആപ്പിൾ തരാൻ പോകുന്നത്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഐഫോൺ XRലും 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ആ ഒരു ഡിസ്പ്ലേ ആണെന്നല്ല പറയുന്നത്, 60 ഹെർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ യാതൊരുവിധ പ്രോബ്ലംസും പറയാനില്ല. നല്ല ഡിസ്പ്ലേ തന്നെ ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. അടുത്ത നമുക്ക് ബാറ്ററിയെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നാണ് ബാറ്ററി. ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. നമുക്ക് ഒരു ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് പോലും കിട്ടത്തില്ല. ഞാൻ നല്ല രീതിയിൽ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യും. ഞാൻ 3 വട്ടം ഒരു ദിവസം ഡിവൈസ് ചാർജ് ചെയ്യും. എന്നാൽ മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കൂ. ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. നിങ്ങൾ കൂടുതലായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഡിവൈസ് മേടിച്ച് കഴിഞ്ഞാൽ. കാരണം ബാറ്ററി ബാക്കപ്പ് കിട്ടത്തില്ല. ഔട്ട്സൈഡ് ആകുമ്പോൾ ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആകും. അങ്ങനെ ബാറ്ററി ബാക്കപ്പ് പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് തന്നെയാണ് ഉള്ളത്. ബാറ്ററി ബാക്കപ്പ് നല്ല കുറവാണ്. ഇതിനെ ബേസ് ചെയ്തൊരു കാര്യം തന്നെയാണ് ഹീറ്റിംഗ്. ഡിവൈസ് ഹീറ്റ് ആകും. നമ്മൾ ഇൻഡോറിൽ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഹീറ്റ് ആവാറില്ല. എന്നാൽ നമ്മൾ വെളിയിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ഫോൺ ഹീറ്റ് ആവാറുണ്ട്. ഗെയിം കളിക്കുന്ന ടൈമിൽ ഫോൺ നല്ലപോലെ ഹീറ്റ് ആകും. ഇപ്പോൾ ഹീറ്റിംഗ് ഇഷ്യൂസും വരുന്നുണ്ട്. ക്യാമറ ഓക്കെ ആയിട്ട് തന്നെ പറയാൻ പറ്റും. 4K 16 FPS തന്നെ നമുക്ക് വീഡിയോസ് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് HD 16 FPSലെ വീഡിയോസാണ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നത്. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കൂ. ഇപ്പോൾ ഡിം ലൈറ്റൊക്കെ ആണെങ്കിൽ ഗ്രെയിൻസിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നല്ല വീഡിയോസ് തന്നെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഫോട്ടോയും ഒരു ആവറേജ് ഫോട്ടോയാണ് കിട്ടുന്നത്. നിങ്ങൾ റിവ്യൂസ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റി മതിയൊന്ന് മനസ്സിലാക്കുക. അടുത്ത നമുക്ക് സ്പീക്കർ മൈക്രോഫോണിനെ പറ്റി സംസാരിക്കാം. അത്യാവശ്യം നല്ല ലൗഡറായിട്ടുള്ള സ്പീക്കർ തന്നെയാണ് കിട്ടുന്നത്. സ്പീക്കറിനെ പറ്റി എനിക്കിങ്ങനെ പ്രോബ്ലംസ് ഒന്നും പറയാനില്ല. എത്ര ക്രൗഡഡ് ആണെങ്കിലും നമ്മൾ പറയുന്ന കാര്യം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് നല്ലപോലെ കേൾക്കാൻ സാധിക്കും. മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി അടിപൊളി തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്കങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നും പറയാനില്ല. നല്ല പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. പിന്നെ ഗെയിമിങ്ങിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഞാൻ BGMI കളിക്കുന്നുണ്ട്. BGMI നമുക്ക് ലാസ്റ്റ് സോണിലൊക്കെ വരുമ്പോൾ ചില ടൈമിൽ ലാഗ് അടിക്കാറുണ്ട്. ഫോൺ ഹീറ്റ് ആവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലം പറഞ്ഞായിരുന്നു. ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ നല്ലപോലെ ലാഗ് വരും. നല്ല പെർഫോമൻസ് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് സോണിലൊക്കെ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈസ് ലാഗ് അടിക്കും. നല്ല രീതിയിൽ തന്നെ ലാഗാവും. നമുക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ലാഗാകും. അല്ലെങ്കിലൊന്നും നമുക്ക് ഡിവൈസ് ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ വലിയ പ്രോബ്ലംസ് ഇല്ല. ഹീറ്റായി കഴിഞ്ഞാൽ അപ്പം തന്നെ ലാഗാവും. ബാറ്ററിയുടെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് ഡിവൈസിൻ്റെ ചാർജിങ് കുറയും. അതാണ് എനിക്ക് ഗെയിമിങ്ങിനെ പറ്റിയും പെർഫോമൻസിനെ പറ്റിയും പറയാനുള്ളത്.
നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ഈ ഒരു ഡിവൈസ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ എടുക്കേണ്ട, വേറെ ഡിവൈസ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നോർമൽ പെർഫോമൻസിലൊന്നും യാതൊരു പ്രോബ്ലംസും ഇല്ല, നല്ല രീതിയിൽ തന്നെ ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഡിവൈസ് നമുക്ക് 5G സപ്പോർട്ട് കിട്ടുന്നില്ല, 4G സപ്പോർട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതൊരു വലിയ പ്രോബ്ലമാണ്. കാരണം ഇപ്പോൾ 5G ടൈമാണ്. ഇപ്പോൾ എല്ലാ ഡിവൈസിലും, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഡിവൈസും 5G തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4G മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, 5G യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു പ്രോബ്ലം തന്നെയാണ്. iOS 18 ഐഫോൺ XR സപ്പോർട്ട് ചെയ്യും. ഒരു കാര്യം 100% ഉറപ്പാണ്, iOS 19 ഐഫോൺ XR സപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഐഫോൺ XR കിട്ടുന്ന ലാസ്റ്റ് അപ്ഡേറ്റ് ആണ് iOS 18. അത് നിങ്ങൾ ചിന്തിക്കാം. അത് നമുക്കൊരു 100% ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഓവറോൾ കാര്യങ്ങളാണ് ഐഫോൺ XRനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. ഡിസൈനിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഓക്കെയാണ്, നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഡിസ്പ്ലേ സെക്ഷൻ ഓക്കെയാണ്, നമുക്ക് 16 ഹെർട്സ് മാത്രമേ കിട്ടുന്നുള്ളൂ, അതൊരു പോരായ്മയാണ്. അല്ല നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ കേസിൽ ഞാൻ ഓക്കെ തന്നെയാണ്. അടുത്ത നമുക്ക് ക്യാമറയെ പറ്റി സംസാരിക്കാം. ക്യാമറയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ഓക്കെ അല്ല, കാരണം നല്ല ലൈറ്റിംഗ് കണ്ടീഷനിൽ മാത്രമേ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിവൈസ് ബാറ്ററി ബാക്കപ്പ് നല്ല കുറവാണ്, ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്, 5G കണക്ടിവിറ്റി ഇല്ല. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യുമ്പോൾ യാതൊരു പ്രോബ്ലംസും ഇല്ല, നമുക്ക് നല്ലപോലെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല, അതൊരു പോരായ്മയാണ്. സ്പീക്കർ ക്വാളിറ്റിയും മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. ഓവറോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഫോൺ XRനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ ഐഫോൺ XR 2024 എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ എടുക്കാൻ പറയില്ല. കൊടുക്കുന്ന എമൗണ്ടിനനുസരിച്ച് നമുക്ക് ഒരു റിട്ടേൺ ഐഫോൺ XRന് കിട്ടത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ 2024 ഒരു ഐഫോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 12 തൊട്ടുള്ള ഡിവൈസ് നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഐഫോൺ 11 പോലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, 12 തൊട്ട് നിങ്ങൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ 2 ഡിവൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പോസിറ്റീവ്സ് 12-നുണ്ട്. ഇപ്പോൾ 2024 ഒട്ടും സ്യൂട്ടബിൾ അല്ല ഐഫോൺ XR. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐഫോൺ XRനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഐഫോൺ XRനെ പറ്റി പറയാനുള്ളത്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.